പരിശുദ്ധ പ്രവാചകൻ പറയുന്നു, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന നൈൽ നദിയുടെ ഉത്ഭവം, അതിന്റെ തുടക്കം, എല്ലാ നദിക്കും ഒരു തുടക്കമുണ്ട്. എവിടുന്നാണ് അത് ഉത്ഭവിക്കുന്നത്? ഇന്ന നദി, നമ്മുടെയൊക്കെ നാട്ടിൽ ഒഴുകുന്ന നദി, അതിന്റെ തുടക്കം എവിടെ? എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ നദിയുടെ തുടക്കം എവിടുന്നാണെന്ന് ഇന്ന് വരെ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. ഇത്രയേറെ വികസിച്ചു 2023 ചന്ദ്രയാനെ വീണ്ടും അയച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നിലയ്ക്കും വലിയതാകുന്ന വിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്നതാകുന്ന ആളുകൾ ഇവിടെയുണ്ട്, ഇന്ത്യ രാജ്യത്തുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷണ പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തിയിട്ട് പോലും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അനുമാനമാണ്, ഇന്നത് അനുമാനിച്ച് പറയാൻ എടുത്തുന്നായിരിക്കാം. അതിന്റെ യഥാർത്ഥ ഉത്ഭവം ഉള്ളത് അർശിന്റെ താഴ്ഭാഗത്ത് നിന്നാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഭയങ്കര നദിയാണ് നൈൽ നദി, സാരല്ല. അള്ളാഹു നേരിട്ടൊന്ന് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ വിനീതന് സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അതിന് അള്ളാഹു അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. പലസ്തീൻ യാത്രയിൽ നിങ്ങൾ അതൊക്കെ കാണും. പലസ്തീൻ, ജോർദാൻ, ഇസ്രായേൽ, ഈജിപ്ത്, ഈ രാജ്യങ്ങളിലുള്ള യാത്രകളിലൂടെ മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ മഖാമുകൾ സന്ദർശിക്കാനും ബൈത്തുൽ മഖ്ദിസ് അടക്കമുള്ളതാകുന്ന പുണ്യമാക്കപ്പെട്ട ഗേഹങ്ങളൊന്ന് കാണാനും 2 റക്അത്ത് നിസ്കരിക്കാനും ഇബ്രാഹിം നബിയും മൂസാ നബിയും യാക്കൂബ് നബിയും മഹത്തുക്കളാകുന്ന സർവ്വ പ്രവാചകന്മാരെയും സിയാറത്ത് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം. അതോടൊപ്പം തന്നെ ഈജിപ്തിൽ എത്രയോ മഹത്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ട സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്താക്കപ്പെട്ട അവിടുത്തതാകുന്ന ശിരസ്, അവിടുത്തെ തല അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നതാകുന്ന ജാമിഉൽ ഹുസൈൻ അടക്കമുള്ളതാകുന്ന പവിത്രമാക്കപ്പെട്ട പള്ളി. ഇന്നത്തെ സുദിനത്തിൽ അതിങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസം കൂടിയാണ്. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ അതിക്രൂരമായി വധിച്ച് അവിടുത്തെ കഴുത്ത് വെട്ടിയെടുത്ത് ആ ശിരസ് ബറക്കത്താക്കപ്പെട്ട ശിരസ് അത് ബഹുമാനപ്പെട്ടതാകുന്ന ജമാലുദ്ദീൻ എന്ന് പറയുന്ന വലിയതാകുന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈജിപ്തിലേക്ക് കൊണ്ടുവന്ന് കർബല യുദ്ധത്തിലാണ്, ഇറാഖിലെ കർബലയിൽ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ശരീരം മറവിട്ട് കിടക്കുന്നത്. അതല്ല, അവിടെ തന്നെ അദ്ദേഹത്തിന്റെ തലയും ഉണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആ തല കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ എന്ന മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകൾ അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹ ഉമ്മയുടെ ചാരത്ത് കബറടക്കി എന്ന അൽ ബിദായത്ത് വൻ നിഹായ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ഇമാമികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനപ്പുറം വേറൊരു പണ്ഡിതന്മാർ പറയുന്നു, അതല്ല, ബഹുമാനപ്പെട്ട ജമാലുദ്ദീൻ എന്ന് പറയുന്നതാകുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ ഈ തല പൊന്നും വില കൊടുത്തുകൊണ്ട് അസ്കലാൻ എന്ന് പറയുന്ന പ്രവിശ്യയിൽ നിന്ന് 30,000-ഓളം സ്വർണ്ണ നാണയം കൊടുത്തു കൊണ്ടുവന്ന് ഈ തല കൊണ്ടുവന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ശിരസ് കൊണ്ടുവന്ന് പവിത്രമാക്കപ്പെട്ട ഈജിപ്തിന്റെ മണ്ണിൽ ജാമിഉൽ ഹുസൈൻ എന്ന് പറയുന്ന പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് ഖബറടക്കം ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രം. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് സിയാറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അഭൂതമായ തിരക്കാണ്. 24 മണിക്കൂർ. പ്രവാചകന്റെ പേരക്കുട്ടിയല്ലേ, സാരക്കാരാണോ? സുബ്ഹാനല്ലാഹ്. പ്രവാചകന്മാരുടേതാകുന്ന അവരുടെ പരമ്പരയിൽ അഹ്ലു ബൈത്തിന്റെ ഒരു രക്തത്തുള്ളിക്ക് ലോകത്തുള്ള കോടിക്കണക്കിന് ആലിമീങ്ങൾ ചേർന്നാലും ഒരിക്കലും സമാനമാവൂല. അള്ളാഹുവിടത്തേക്ക് ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അവര് ഷഹീദായത് നമ്മൾ ഈ നിലകൊള്ളുന്നത് പോലെ ഒരു വെള്ളിയാഴ്ച സുദിനത്തിലാണ്. മുഹറം 10 ഇതേപോലെ ഒരു വെള്ളിയാഴ്ച സുദിനത്തിലാണ് അവർ ഷഹീദായത് എന്നുകൂടിയും ഇന്നത്തെ സുദിനത്തിൽ ഓർക്കൽ നിർബന്ധമാണ്. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തട്ടെ. അവിടുത്തെ ഒരു പൊരുത്തം, ഹുസൈൻ റളിയല്ലാഹുവിന്റെ പൊരുത്തം ഷഹീദാണ്. അതുകൊണ്ട് തന്നെ മഹത്വം വളരെ വലുതാണ്. സാധാരണക്കാരെ പോലെയല്ല ഷഹീദ്, സാധാരണക്കാരെ പോലെയല്ല പ്രവാചകന്റെ കുടുംബം അഹ്ലു ബൈത്ത്. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ബിൻ അബീ സലമത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, പ്രവാചകൻ പറഞ്ഞു, ഒരു കരിമ്പടപ്പ് കൊണ്ടുവരിൻ, ഒരു പുതപ്പ് കൊണ്ടുവരിൻ. അപ്പോൾ ഒരു കമ്പിളി പുതപ്പ് കൊണ്ടുവരപ്പെട്ടു. പ്രവാചകൻ ആ പുതപ്പെടുത്തിട്ട് ഇങ്ങനെ മൂടിയ കൂട്ടത്തിൽ ആരെയൊക്കെയാണ് കൂടെ ചേർത്തത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനെ, മകളാകുന്ന ഫാത്തിമ ബീവിയെ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമെ ചേർത്തിട്ട് പറഞ്ഞു, ഹൗലാഇ അഹ്ലു ബൈത്തി, ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത്. അല്ലാഹുമ്മ തഹിർഹും തത്ഹീറ, ഇവരെ നീ ശുദ്ധീകരിക്കണേ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു.
പ്രവാചകൻ ഇങ്ങനെ തലയിലേക്ക് തല മാത്രം പ്രവാചകൻ വെളിയിലിട്ടിട്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, ഇവനാണ് എൻ്റെ അഹ്ലു ബൈത്ത്. അവരുടെ പരമ്പരയിലൂടെ കടന്നു വന്ന പ്രവാചക പരമ്പരയിലൂടെ കടന്നു വന്ന മഹത്തുക്കളാണ് ഇന്ന് കേരളത്തിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള സാദാത്യങ്ങൾ എന്നറിയുന്നു. അവർ നിസ്സാരക്കാരല്ല. അവരെ നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. അഹ്ലു ബൈത്ത് ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ്. അവരെ നിസ്സാരരാക്കാൻ പാടില്ല. അങ്ങനെ ഒരു വിഭാഗം ഇല്ല എന്ന് വാദിക്കുന്നവർ ഇന്നുകൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ പടുവിഡ്ഢികളാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നെയാണ്, എനിക്ക് ശേഷം നിങ്ങൾ മുറുകെ പിടിക്കേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്ന് ഖുർആൻ, മറ്റൊന്ന് എൻ്റെ അഹ്ലു ബൈത്ത് നബി മുഹമ്മദ് മുസ്തഫ. അഹ്ലു ബൈത്തിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മഹല്ലത്തുകളിലുള്ള വലിയ വലിയതാകുന്ന മഹത്തുക്കളാകുന്ന ഇമാമിങ്ങൾ, അവർ നമുക്ക് കാണിച്ചു തന്ന മാതൃക. തഴവാ ഉസ്താദൊക്കെ വാതിന് വേണ്ടി ഒരു സദസ്സിൽ പോയാൽ അവിടെ ഒരു സയ്യിദ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വിറയ്ക്കാൻ. കാരണം അവർക്കറിയാം ആ മഹത്തുക്കളുടേതാകുന്ന പവർ. നമ്മൾ ഇന്ന് സാദാത്യങ്ങളെക്കൊന്നും ഒരു വില കൽപ്പിക്കുന്നില്ല. ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. സാദാത്യങ്ങൾക്ക് എപ്പോഴും വലിയ വിലയാണ്, സ്ഥാനമാണ്. പ്രവാചക പരമ്പരയ്ക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്ന് സ്മരിച്ചു എന്ന് മാത്രം. അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തം ഈ സദസ്സിൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നുള്ളൂ. ബക്കറ്റ് ചെറിയൊരു സദഖ എല്ലാവരും ഇൻഷാ അല്ലാഹ്. ألف الألف نظام مدح على العال عال أول سطور بسم الله بدأ القال قال لا إله إلا الله. أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل لا إله إلا الله. بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله. അല്ലാഹുവേ ഞങ്ങളുടെ ഈ സദഖ സ്വീകരിക്കണേ അല്ലാഹ്. ഈ സംഗമം നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾ ഈ നൽകുന്ന സദഖ ആഖിറത്തിലേക്ക് ഉപയുക്തമുള്ളതാക്കണേ അല്ലാഹ്. പാരത്രികമാകുന്ന ലോകത്ത് വലിയ വിജയം നസീബാക്കണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് പരിപൂർണമായ കാവൽ നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്ത് നീ നിലനിർത്തണേ അല്ലാഹ്. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ റബ്ബേ. ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചൊരിയണേ അല്ലാഹ്. സർവോപരി ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അഹങ്കാരത്തിന്റെ പരമോന്നതിയിലേക്ക് എത്തി നിലകൊണ്ടു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. വിശാലമാണ് ചരിത്രം. ചുരുക്കി പറയാൻ ഒരുപാട് പറയാനുണ്ട്. ഖുർആനിന്റെ വിവിധ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. കാരണം വലിയ പഠിക്കേണ്ട ഒരു പാഠമാണവൻ. ഖുർആനിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. ഖുർആനിൽ 100% ഇത്തരത്തിലുള്ള അഖ്ബാറുകളാണ്, നല്ല നല്ല ചരിത്രങ്ങളാണ്. 10% അഹ്കാമുള്ളൂ. നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കൽ, കള്ളു കുടിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന് തുടങ്ങിയതാകുന്ന കൽപ്പന നിരോധന ക്രിയകളുള്ളത് 10%. ബാക്കി 90% അഖ്ബാറാണ്, ചരിത്രങ്ങളാണ്. ഇത് പറയുമ്പോൾ ജനങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ ചലനം സൃഷ്ടിക്കും. അതിനാണത്. ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് നാം വിവരിക്കുന്നത് എന്തിനെന്നറിയുമോ ഹബീബേ? ഹൃദയത്തിൽ തറയ്ക്കാനാണ്. മുൻഗാമികളാകുന്ന ആളുകൾ ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ.
ഫഖുസുസിൽ ഖസസ ലഅല്ലഹും യതദക്കറൂൻ. മുൻഗാമികളാകുന്ന മഹത്തുക്കളുടെ ചരിത്രം, മുൻഗാമികളാകുന്ന തമ്മാടികളാകുന്ന ആളുകളുടെ ചരിത്രം ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ. എന്തിനെന്നറിയുമോ? അവർ ഗുണപാഠം ശ്രദ്ധിക്കാനാണ്. സാലിഹീങ്ങളുടെ ചരിത്രം പറയുമ്പോ അത്തരത്തിൽ ആവണേ അല്ലാ, എനിക്കാവണേ അല്ലാ, എന്നെയും കുടുംബത്തെയും അത്തരത്തിലുള്ള സാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ. തമ്മാടികളും റൗഡികളുമാകുന്ന ആളുകളെ പറയുമ്പോ അല്ലാഹുവേ പടച്ചറപ്പേ, അവരെ പോലെ മോശപ്പെട്ടതാകുന്ന നന്ദികേടിന്റെ വക്താക്കളാക്കി ഞങ്ങളെ നീ മാറ്റരുത് അല്ലാ. ഞങ്ങളെ സാലിഹീങ്ങളോടൊപ്പം ചേർക്കണേ അല്ലാ. ഇത് ജനങ്ങൾക്ക് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാ പരിശുദ്ധമായ ചരിത്രങ്ങൾ ഈ ഉമ്മത്തിന് വിവരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ഫിർഔനിന്റെ ചരിത്രം പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമേ, മുസ്ലിമത്തെ, പതിയാങ്കര ഉസ്താദിന്റെ സവിധത്തിലേക്ക് 18ാമത്തെ ഉറൂസോടനുബന്ധിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയിട്ടുള്ള സത്യവിശ്വാസിനികളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് നടക്കല്ലേ, നടക്കല്ലേ. വല്ലാതെ ആഗ്രഹിച്ചു പോയവൻ ഫിർഔൻ ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്, ഓടുകയാണ്. ആരായിരുന്നു ഫിർഔൻ? ഫിർഔനിന്റെ തുടക്കം എങ്ങനെയാണ് അറിയണ ഈ ഉമ്മത്ത്. ഫിർഔൻ എന്ന് പറയുന്ന ഈ റസാസിം എന്ന പേരുള്ള റംസീസ് രണ്ടാമൻ എന്നൊക്കെ ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ മനുഷ്യൻ അവൻ ഈജിപ്തിലേക്ക് വരുമ്പോ അന്നുള്ളതാകുന്ന ഭരണാധികാരി ഈജിപ്തിലെ ഫറോവയുടെ മുന്നിൽ കൈനീട്ടി ഓച്ചാനിച്ച് നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ തരണമെന്ന് പറഞ്ഞ് ഇറാഖി എന്ന് പറയുന്നതാകുന്ന രാജ്യത്തിൽ നിന്ന് പട്ടിണി മൂലം, ദാരിദ്ര്യം മൂലം കുടിയേറ്റക്കാരനായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ബംഗാളികളൊക്കെ വരുന്നത് പോലെ ജോലിക്ക് വേണ്ടി വന്നുകൊണ്ട് ഒരു ജോലി തരണേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ഫറോവയുടെ മുന്നിൽ ഈജിപ്തിന്റെ അക്കാലഘട്ടത്തിൽ ഭരണാധികാരിക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിന്ന മനുഷ്യന് ശവക്കോട്ടയുടെ കാവൽ കൊടുക്കുകയാണ്. ശവക്കോട്ടയുടെ കാവൽ. കാരണം എന്തുകൊണ്ട്? അന്നും ഇന്നത്തെ പോലെയാണ്. അടക്കുന്ന സമയത്ത് ശവക്കോട്ടയെ കൊണ്ട് അടക്കുമ്പോൾ നല്ല വസ്ത്രം ധരിപ്പിച്ച് കാര്യപ്പെട്ട ആഭരണങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും അടക്കുക. അപ്പൊ ശവക്കോട്ട തുറന്നിട്ട് അതിലുള്ള ആഭരണങ്ങൾ കയ്യേറുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ശവക്കോട്ടയ്ക്ക് ഒരു കാവൽ. നമ്മുടെയൊക്കെ പള്ളിക്കാട്ടിൽ കാവലേ വേണ്ട. കാരണം ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സാകാം 3 ജോഡിയാണ്. ഇത് വീട്ടിലുണ്ട്. ഇതിനേക്കാൾ നല്ലത് വീട്ടിൽ വെച്ചിട്ട് പിന്നെ കക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ശവക്കോട്ടയിൽ കൊണ്ടുപോയി കാവല് നിർത്തുകയാണ്. ഈ കാവലിന്റെ ജോലിയാണ് ആദ്യമായിട്ട് ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി റസാസിം എന്ന് പറയുന്ന വ്യക്തി ആദ്യം ഏറ്റെടുക്കുന്ന ജോലി. ഏതാ? ഇറാഖുകാരനാണ് അവൻ. അസ്ലി ഇറാഖിൽ നിന്നാണ് ഈജിപ്തിലേക്ക് വന്നത്. കുടിയേറി പാർത്തവനാ. അങ്ങനെ അവിടെ വന്ന് ഏകനായി വന്നവൻ അവസാനം അവിടുന്ന് പിന്നീട് അധികാരത്തിന്റെ പരമോന്നത പദവിയിലേക്ക് എങ്ങനെ എത്തി? ആളുകളെ കൊണ്ടുവന്ന് നടക്കുമ്പോൾ ശവക്കോട്ടയിലേക്ക് പിന്നെ അടക്കുമ്പോൾ പതുക്കെ പതുക്കെ അവൻ അവിടുത്തെ മെയിൻ ആളായി മാറി. വരുന്നവരുടെ കയ്യിൽ നിന്ന് ഓരോ ദിർഹം വെച്ച് വാങ്ങാൻ തുടങ്ങി. ഒരാളടക്കുമ്പോൾ ഒരു ദിർഹം കിട്ടണം, കൈക്കൂലി. അങ്ങനെ കൈക്കൂലി വാങ്ങിച്ച് നിലകൊള്ളുന്ന സമയത്ത് നാട്ടിൽ വലിയൊരു വസൂരി വീടുകൾ. വസൂരി വന്നവരുടെ 10,000-കണക്കിന് ആളുകൾ മരിക്കാൻ, ഒറ്റയടിക്കുണ്ടാകുന്ന മരണം, ആളുകൾ വന്ന് പെട്ടെന്നുണ്ടാകുന്ന മരണം, കബറടക്കുന്ന പ്രഥമ ശുശ്രൂഷകളും കാര്യങ്ങളും ഒക്കെ ഇവനാണ് നടത്തുന്നത്. എല്ലാവരെയും കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്നു. അടക്കം ചെയ്യുമ്പോൾ ന്യായമായിട്ട് കൈക്കൂലി ഓരോരുത്തരത് വാങ്ങാൻ. കാരണം കബറടക്കാൻ സ്ഥലമില്ല, അടക്കാൻ വേണോ, എന്നാ ഇത്ര തരണം. 1 വാങ്ങിച്ചുകൊണ്ടിരുന്നോ 10 വാങ്ങാൻ തുടങ്ങി. നൊടിയിടയിൽ സെക്കൻഡുകൾക്കുള്ളിൽ നാട്ടിലെ ഒരു പ്രമാണിയായി ആ ഒരൊത്തൊരു വസൂരിയോടുകൂടി അവൻ മാറുകയാണ്. അവൻ വലിയതാകുന്ന ഒരു ധനാഠ്യ പദവിയിലേക്ക് വന്നു. ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും കാശെറിഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഉന്നത പദവിയിലേക്ക് എത്താണ്. ചെറിയ തോതിൽ കൈക്കൂലി കൊടുത്ത് പട്ടാളത്തിൽ കയറിപ്പറ്റി. അക്കാലഘട്ടത്തിലെ ഫറോവ ചക്രവർത്തിയുടെ പട്ടാളത്തിലേക്ക് കയറിപ്പറ്റി. പട്ടാളത്തിലേക്ക് കയറി ഓരോ പടിപടിയായിട്ട് അതിന്റെ മുകളിലുള്ള സ്ഥാനങ്ങൾ അവൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. അശ്രാന്ത പരിശ്രമത്തിനൊടിയിൽ കൈക്കൂലി കൊടുത്ത് പട്ടാള മേധാവിത്വത്തിലേക്ക് അവൻ വന്നു. ആ സമയത്താണ് രാജാവിന് രോഗം മൂർച്ഛിച്ചത്. രാജാവ് രോഗം മൂർച്ഛിച്ച് മരണപ്പെട്ടു പോയി. അധികാരത്തിന്റെ പരമോന്നത പദവി കൈക്കലേന്താൻ ഇനി ഇതിനേക്കാൾ നല്ല അവസരമില്ല എന്ന് മനസ്സിലാക്കിയവൻ പട്ടാളത്ത് മുഴുവൻ ചേർത്ത് നിർത്തിയിട്ട് ഒരു വലിയതാകുന്ന സമരമുറയ്ക്ക് തയ്യാറായി. അധികം താമസിക്കേണ്ടി വന്നില്ല. അവന്റെ കൗശല ബുദ്ധിയും കുതന്ത്രവും എല്ലാം കൂടി പരിശ്രമിച്ചപ്പോ അവൻ ഏകാധിപതിയായി, സ്വേച്ഛാധിപതിയായി ഫറോവ ചക്രവർത്തി പദത്തിലേക്ക് ഇറാഖിൽ നിന്ന് വന്നതായ ഒരു പാവപ്പെട്ട ദരിദ്രനാകുന്ന ബാലൻ പിൽക്കാലത്ത് ലോകമറിയപ്പെട്ടതാകുന്ന ഒരു ഉന്നതനായ വ്യക്തിത്വത്തിലേക്ക്, ഉന്നതനാകുന്ന സ്ഥാനത്തിലേക്ക് മാറാൻ ഫിർഔൻ എന്ന പദവിയിലേക്ക് അറിയപ്പെട്ട ഫിർഔൻ റസാസിം രണ്ടാമൻ, റംസീസ് രണ്ടാമൻ ഉന്നതനായ വ്യക്തിയായി മാറി.
അങ്ങനെയാണ് അവൻ അധികാരത്തിലേക്ക് വരുന്നത്. ഒന്നും അല്ലായിരുന്നു, സീറോയാണ്, 000. ഇന്നത്തെ കൗമിൽ അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഒന്നും ഇല്ലായിരുന്നു. അവസാനം ഇച്ചിരി 5 ലക്ഷം രൂപ അവിടെ എറിഞ്ഞ് പലിശക്ക് എറിഞ്ഞ് കാശ് കുറച്ചും കൂടി കിട്ടി. പരിപാടി കൂടുതൽ ഉണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. 5ഉം 10ഉം എടുത്ത് അപ്പുറത്തെറിയ. ഉസ്താദിനോട് പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞിട്ട് വല്ലതും പറയാന്നില്ല. ഉസ്താദുമായിട്ട് അങ്ങനെ ഒന്നും സംസാരിച്ചിട്ട് പോലും ഇല്ല. അല്ലാതെ തന്നെ എനിക്കറിയാം, ഞാൻ ഈ ആറാട്ടുപുഴയിലൊക്കെ മുമ്പ് ഭാഗം വന്നല്ലേ, രണ്ടും അല്ലേ ഇവിടെ ആറാട്ടുപുഴയിൽ വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നേരത്തെ കൗമിനെയൊക്കെ നല്ലതുപോലെ അറിയാം. പിന്നെ ആലപ്പുഴയിൽ ഒരു 5 വർഷം ഇരുന്നത് കൊണ്ട് തന്നെ, മസ്താമ്പള്ളി ഇരുന്നത് കൊണ്ട് തന്നെ ഏകദേശം കൗമിനെ എല്ലാ സ്ഥലത്തും എനിക്ക് നല്ലതുപോലെ പരിചയമാണ്. ആ കൗമ അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ എങ്ങനെയാണ് റോൾ ചെയ്യുന്നത് എന്നൊക്കെ നല്ലതുപോലെ അറിയാം. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന പരിപാടിയാണെന്ത്, 5 ലക്ഷം രൂപ എടുത്ത് കച്ചവടത്തിനെറിയ എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതിന് ഇത്ര രൂപ നിശ്ചിത ശതമാനം എനിക്ക് കിട്ടണമെന്നുള്ളതാകുന്ന വ്യവസ്ഥയോടുകൂടി മാസത്തിൽ എനിക്ക് 50,000 കിട്ടണം എന്നുള്ളതാകുന്ന ഒരു നിശ്ചിത തുകയോടുകൂടി ഈ ബിസിനസ്സിൽ പാടില്ല. തന്നെ നിഷിദ്ധമാണ്. ഹലാലായ സമ്പാദ്യത്തിലൂടെ അല്ലാതെ ഹജ്ജിനോ ഉംറയ്ക്കോ മുഅ്മിനായ മനുഷ്യ നിന്റെ വീട്ടിലുള്ളതാകുന്ന പാനീയങ്ങൾക്കോ ഒരു കാര്യത്തിനോ നീ സമ്പത്ത് ചെലവഴിക്കരുത്. തീർത്തും ഹലാലാവൽ നിർബന്ധമാണ്. ശ്രദ്ധിക്കണം. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, മാനബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണവുമായി വീട്ടിലേക്ക് അരിയുമായി കടന്നു വരുന്ന സഹോദര, നിന്റെ അരിയാഹാരം കഴിക്കുന്ന പാവപ്പെട്ട വാപ്പയില്ലേ, പ്രായം ചെന്നതായ ഉമ്മയില്ലേ, വീടിനകത്തളത്തിൽ നിലകൊള്ളുന്നതായ മുല കുടിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളില്ലേ, അവൾ എന്ത് പിഴച്ചു പ്രിയപ്പെട്ട വാപ്പ, നീ ചെയ്യ തമ്മാടിത്തരത്തിന് അവർ കൂടി നരകത്തിലാണ്. ഫന്നാറു ഔലാ ബിഹി. നരകവുമായി ബന്ധപ്പെട്ടതാകുന്ന ശരീരമാണ് അവരുടെ ശരീരമെന്ന് ഹബീബുനാ ശഫീഉനാ പോകുമ്പോ, കടലിന്റെ അടിയിലേക്ക് മത്സ്യം തേടിക്കൊണ്ട് പോകുമ്പോ പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ ഉമ്മറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇയ്യാകും വകസബൽ ഹറാം. കടലിന്റെ അടിയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, കടലിനോട് മത്സരിക്കാൻ പോകുന്ന ഭർത്താവേ, ഇയ്യാകും വകസബൽ ഹറാം. പ്രവാസ ലോകത്തേക്ക് പോകുന്ന പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ ഹറാം കൊണ്ടുവരരുത്. ഫൈനാ നസ്ബിറു അലൽ ജൂ വലാ നസ്ബിറു അലൻ നാർ. ഞങ്ങൾ വിശപ്പിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറാ, ഞങ്ങൾ നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ തയ്യാറല്ല. ഹറാമ് സമ്പാദിച്ചു കൊണ്ടുവന്ന് അതിലൂടെ ഞങ്ങൾക്ക് അന്നമൂട്ടിയാൽ ഞങ്ങളും നരകത്തിന്റെ വിറകൊള്ളികളാ. നരകത്തിന്റെ മേൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഫൈനാ നസ്ബിറു അലൽ ജൂ. മാസങ്ങൾ പട്ടിണി കിടക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഗൾഫിലേക്ക് പോയി, നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോയി, നിങ്ങൾ തിരിച്ചു വരുമ്പോ വെറും കൊട്ടയോടുകൂടിയാണ് വന്നിട്ടുള്ളത്. മത്സ്യമില്ല, സമ്പത്തില്ല. ഞങ്ങൾക്ക് പ്രശ്നമല്ല. കാരണം ഹലാല് മാത്രമേ ഭുജിക്കാവുള്ളൂ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ. മോശപ്പെട്ട സമ്പാദ്യവുമായി നിങ്ങൾ കടന്നു വരരുതേ. ദാരിദ്ര്യമാണോ, ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയാണ്. നരകം വിലക്ക് വാങ്ങിക്കൊണ്ടുവരരുതേ. ഭർത്താക്കന്മാരോട് ഭാര്യമാർ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നെവിടേക്കാണ് സമൂഹം പോയത്? ഭർത്താവ് ഒന്നിച്ചുകൊണ്ട് പറമ്പോക്ക് ഭൂമികളിലേക്ക് പോയിക്കൊണ്ട് ശരീരത്തെ വിറ്റ് തിന്നുന്ന സഹോദരിമാരില്ലേ? 4-5 പ്രസവിച്ചതാകുന്ന സഹോദരിമാര് സ്വന്തം ഭർത്താവ് അറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് ശരീരത്തെ വില പറയുന്നതായ അവസ്ഥയിലേക്ക് ലോകം പോയില്ലേ? നഊദു ബില്ലാഹ്. മാനം വിറ്റ്
വിറ്റുകൊണ്ട് ജീവിക്കുന്ന പെങ്ങളെ, ആഖിറത്തെ ഭയക്കുന്നില്ല പെങ്ങളെ, നരകത്തെ ചിന്തിക്കുന്നില്ല പെങ്ങളെ, മരണത്തെ ഓർക്കുന്നില്ല പെങ്ങളെ, പാരത്രികമാകുന്ന ലോകത്ത് പടച്ച റബ്ബ് നിനക്ക് നൽകുന്ന ശിക്ഷയെ കുറിച്ച് എന്തേ പെങ്ങളെ ചിന്തിക്കാതെ പോയത്? ഇന്നത്തെ തലമുറയിലെ സഹോദരങ്ങളുടെ സഹോദരിമാരുടെ പോക്കി എങ്ങോട്ടാണ്, പൊങ്ങോട്ടാണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മിൻഹാ നികാഹു റജുലി അർറജുല വനികാഹുൽ മർഅതി അൽ മർഅത. അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തിക്കൊണ്ട് സ്വർഗരതി അനുരാഗികളായി അതിൽ വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന കാലഘട്ടം വരുമേ. പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സ്വയംഭൂ അണിയുന്നതായ കാലഘട്ടം കാണാതെ ലാ തഖൂമുസ്സാഅ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്തേക്ക് ഇന്ന് നമ്മുടെ കലാലയങ്ങൾ എത്തിയില്ലേ. പ്ലസ് ടു പഠിക്കുന്ന മകള് പറയുകയാണ്, വാപ്പാ എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ചതാകുന്ന മാരനെ എനിക്ക് വേണ്ട വാപ്പാ, എനിക്ക് വേണ്ടത് എന്റെ കൂടെ പഠിച്ചതാകുന്ന ഫാത്തിമയാണ്, എന്റെ കൂടെ പഠിച്ച ആയിഷയാണ്, എന്റെ കൂടെ പഠിച്ച ഉമ്മു കുൽസൂമ. ഞാൻ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു പോയി. ഒരുപാട് കാലം ഞങ്ങളിതാ സ്വർഗരതി അനുരാഗികളായി പ്രണയ ജോഡികളായി ജീവിച്ചവരാ. ഇനി ഞങ്ങൾക്ക് പിരിയാൻ വയ്യ എന്ന് പെണ്ണുങ്ങളെ തന്നെ പരസ്യമായി വിളിച്ചു പറയുന്ന, അതിനുവേണ്ടി ഏതറ്റം വരെ കോടതി മുറിയിലേക്ക് കയറി ചെല്ലാനും എത്ര വക്കീലിനെ വെച്ചുകൊണ്ട് വാദിക്കാനും സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ആ രീതിയിൽ ലോകത്ത് നിറമാടാൻ വേണ്ടി ഇന്നത്തെ മുസ്ലിം സമുദായം പോലും അതപ്പതിച്ചില്ലേ. സമ്പത്തിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ എന്തൊക്കെയാണ്. എത്തിയത് ആരെയും കൊല ചെയ്യാൻ ഒരു സ്കൂട്ടർ ഡ്രൈവറായിട്ട് ഇറങ്ങിയിരിക്കുക ചെറുപ്പക്കാര് എവിടെയെങ്കിലും പോയിട്ട് ആരുടെയെങ്കിലും വയറ്റത്ത് തുളയിട്ടിട്ട് വരുമ്പോൾ രൂപ 25,000 രൂപ ഒന്നുകളയാൻ. പാപ്പാടെ പ്രായമുള്ള മനുഷ്യനെ, ഉമ്മാടെ പ്രായമുള്ള വ്യക്തികളെ നിഷ്ഠൂരമായി കൊലപ്പെടുത്താൻ എവിടെയാണ് ലോകം എത്തിയിരിക്കുന്നത്? നിസ്സാര വിഷയങ്ങൾക്ക് വഴക്കടിക്കുന്ന കാലഘട്ടം. ഒരു വണ്ടി ഇങ്ങനെ പോകുന്നു, മാന്യമായി വണ്ടി ഓടിച്ചു പോകുന്നു. അപ്പൊ അവന് ഫ്രണ്ടിലേക്കൊന്ന് ഓവർടേക്ക് ചെയ്ത് പോലെ നിർബന്ധമായി. അപ്പൊ അവൻ അങ്ങനെ ഓവർടേക്ക് പോകുമ്പോൾ അവിടുന്ന് 2 ചെറുപ്പക്കാർ വരുന്നു. അപ്പൊ അവന്റെ നടുവേരിൽ പൊക്കി കാണിക്കും. ഒരു കാര്യമില്ല, ഒരു പ്രകോപന ആണോ അല്ലേ? നമ്മുടെ കൗമിന്റെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനം പറഞ്ഞ അല്ല, അമേരിക്കയിലെ കഥയല്ലേ പറയുന്നത്, നമ്മുടെ നാട്ടിലെ കഥ. അതൊക്കെ ഒരു ജീവിത ശൈലിയിലായി പോയിരിക്കണം. എങ്ങോട്ടാണോ പോകുന്നത് ഹമുക്കെന്ന് ചോദിക്കണം. ഹമുക്കെന്ന് ഞാൻ പറഞ്ഞ വാക്കാണ്, അവൻ പറഞ്ഞത് വേറെ ലൈവാണല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കണം.